ഹലോ. രാവിലെ 9:30 മണിക്ക് കലാക്ഷേത്രത്തിൽ വെച്ചൊരു പ്രോഗ്രാം ഉണ്ട്. ഒരു 6 മണി ആയിട്ടേ ഉള്ളൂ. ഞാൻ താമസിക്കുന്നതിൽ ഒരു 700 മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ കലാക്ഷേത്രത്തിലോട്ട്. അപ്പോൾ ഞാൻ കലാക്ഷേത്രത്തിലോട്ടങ്ങ് നടന്നു. സ്കൂട്ടറൊന്നും എടുത്തില്ല. ഇതാ നോക്കിയ കലാക്ഷേത്ര എത്ര ഭംഗിയാണ്. ടൗണിനകത്ത് എത്ര പീസ്ഫുള്ളായിട്ട് ഭയങ്കര അറ്റ്മോസ്ഫിയറുള്ളൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഞാൻ അങ്ങനെ കലാക്ഷേത്രയിൽ എത്തി. നമുക്ക് രാവിലെ 9:30 മണിക്ക് ഇവിടെ ഒരു പ്രോഗ്രാമുണ്ട്. ഞാൻ ചെയ്യുന്നില്ല, വേറെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്തിയതാണ്. രാവിലെ കലാക്ഷേത്രത്തിൽ എത്തിയാണ് ഞാൻ ഇവിടെ കൂടെ കുറച്ച് നടന്നു. രുക്മിണി അരങ്ങത്തിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. അപ്പോൾ കുട്ടികളെയൊക്കെ ഒരുക്കേണ്ടതുകൊണ്ടും വേണ്ടി രാവിലെ എത്തിയതാണ്. കലാക്ഷേത്രയുടെ ഈ പീസ്ഫുൾ കാം അറ്റ്മോസ്ഫിയർ അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്തൊരു സമാധാനം അതിനകത്ത് കയറി കഴിഞ്ഞാൽ. അപ്പോൾ ആരും എത്തിയില്ല. ഞാൻ എത്തിയപ്പോൾ തന്നെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എത്തിയ പുറമെ എല്ലാവരും എത്തി. പിന്നെ കുട്ടികളെയൊക്കെ ഒരുക്കി. ആരും കളിക്കുന്നതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ സ്റ്റേജിലെല്ലാവരും പൊസിഷൻ നോക്കുന്നതിൻ്റെയും അതിൻ്റെ ഒരു ചെറിയ റിഹേഴ്സലിൻ്റെ പോലത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കളരിയാണ്, കലാക്ഷേത്രയിലെ കളരിയാണ്. ഇതുപോലെ പല പല കളരിയുണ്ട്, ക്ലാസ് റൂംസ് ഉണ്ട്. ഈ ക്ലാസ് റൂമിലെല്ലാം മിററും കാണും. അതൊരു ഭയങ്കര നല്ല കാര്യമാണ്. അത് കണ്ടാലേ കയറി ഡാൻസ് കളിക്കാൻ തോന്നും ആ കളരികൾ കണ്ടാൽ. ഇതാണ് രുക്മിണി അരങ്കം. ഇവിടെയാണ് കലാക്ഷേത്രയിലെ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത്. അങ്ങനെ പിള്ളേർ പൊസിഷൻസൊക്കെ നോക്കുകയാണ് കുട്ടികൾ. എല്ലാവരും ഒരുങ്ങിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, കോലം ഇടുന്നു. രുക്മിണി അരങ്ങത്തിൻ്റെ മുന്നിൽ കോലം ഇടുന്നു. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പ്രോഗ്രാമിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. ബൈ.